അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ, ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ചെർപ്പളശ്ശേരി ടൗണിന്റെ അടുത്ത് പന്നിയൻകുറിശി എന്ന് പറയുന്ന സ്ഥലമാണ്. ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം. മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്തൊക്കെ അതിഗംഭീരമായ വീടുകളും സൗകര്യങ്ങളുണ്ട്. പള്ളി മദ്രസയാണെങ്കിൽ 150-200 മീറ്റർ സൗകര്യം, അമ്പലം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെർപ്പശ്ശേരി ടൗൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വെറും 3 കിലോമീറ്ററാണ് ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം. എല്ലാ വാഹനത്തിനും നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള റോഡ് സൗകര്യങ്ങൾ, നല്ല കുളിർമയുള്ള വീട്, നല്ല വീട്. അപ്പൊ ഇൻഷാ അല്ലാ ഇതിന്റെ വിലയാണെങ്കിൽ നിങ്ങളോട് ആദ്യം തന്നെ പറയാണ്, ഇത് 48 മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ട് ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇതിന്റെ വില വെറും 7.5 ലക്ഷം രൂപ കേട്ടോ. 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം. അപ്പൊ ഇൻഷാ അല്ലാ 7 സെന്റ് സ്ഥലവും അതിമനോഹരമായ നല്ല വീടാണ്. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി, നിങ്ങൾ കാണണം, ചെർപ്പുളശ്ശേരി എന്ന് വരുന്ന റോഡാണ്, മുനിസിപ്പാലിറ്റിയാണ് ഇതിട്ട്. അത് പറയാൻ മറന്നു. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. 2.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടെയാണ് നമ്മുടെ മദ്രസ. മക്കളൊക്കെ കൊടുത്ത് ഈ മദ്രസയുടെ ഓപ്പോസിറ്റ് നമുക്ക് റോഡുണ്ട്. ആ റോഡിന് പോകേണ്ട ദൂരം 150 മീറ്റർ. അത് കോൺക്രീറ്റ് റോഡാണ്, ഒരു അല്പം മണ്ണ് റോഡുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതേപോലുള്ള വീടുകൾ, സ്ഥലങ്ങൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇതുപോലെ ചെയ്തിട്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസ്മി റിലേഷന്റെ ഓഫീസ് നമ്പറോ എന്റെ നമ്പറോ ആയിട്ട് സമീപിക്കുക. ഇത് നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. എന്താണമ്മേ? അതെ അല്ലേ, ഒക്കെ വരേ. പിന്നെ അപ്പോൾ ഇങ്ങനെ അങ്ങ് ഈ റോഡ് ഇങ്ങനെ പോവുക, ലേശം കോൺക്രീറ്റ് റോഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് റോഡാണ്. നാലുപുറം വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള വീടുകളോ സ്ഥലങ്ങളോ വിൽക്കാനുണ്ടെങ്കിൽ ബിസ്മി റിലേഷനെ സമീപിച്ചോളൂ. തീർച്ചയായിട്ടും നമ്മൾ വിറ്റ് തരും, യാതൊരു സംശയമില്ല. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. വെറും 7.5 ലക്ഷം രൂപയ്ക്കുള്ള വീടാണെന്ന് കാണാൻ പോകുന്നത്. 7 സെന്റ് സ്ഥലവും. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, പന്നിയൻകുറിശി ബസ് റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ടാറിംഗ് റോട്ടിൽ നിന്ന് നമുക്ക് 150 മീറ്റർ 200 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ കോൺക്രീറ്റ് റോഡും പഞ്ചായത്ത് റോഡും. കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്, പാസ്സായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാ അടുത്ത വർഷത്തിന്റെ ഉള്ളിൽ ഇത് കോൺക്രീറ്റ് നടക്കും. ഈ വീടുകളുടെ ഇടയിൽ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ 7 സെന്റ് സ്ഥലവും നല്ല മനോഹരമായ ഒരു വീടുമാണ്. ഇവിടെ നിന്ന് തുടങ്ങും നമ്മുടെ എൻട്രൻസ്. അപ്പൊ വാഹനത്തിന് ഇവിടെ കൊടുന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. വാഹനം കയറ്റാൻ ഇവിടെ ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല ഇത്രയും ഫ്രണ്ടേജ് നമ്മുടെ വീടിനുണ്ട്. തൊട്ടു മുന്നിലും നമ്മുടെ വീടിന്റെ പോലെ തന്നെ ഒരു റോസ് പെയിന്റ് അടിച്ച വീടാണ്. അപ്പൊ വീട് മാറിപ്പോണ്ട. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുള്ളത്, വീട്ടിലേക്കുള്ള എൻട്രൻസ് ഇതിലെയാണ്. ഇതിങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ കേട്ടോ, നമുക്ക് ഫ്രണ്ടിൽ കാണാൻ നല്ല വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയിലാണ്. വരുന്നവന് ഒന്നും ചെലവില്ല കേട്ടോ. അതിമനോഹരമായിരിക്കുന്നു. വരുമ്പോൾ തന്നെ നമുക്കൊരു മാവ് കാണാം. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ കാണണം, മാവ്, മുരിങ്ങ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുറ്റത്തിന്റെ ഭാഗം, നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് നമുക്കിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പ് എന്ന് പറഞ്ഞാൽ ആലുവ അടുപ്പോ ഏതൊക്കെ അടുപ്പാണത്, കണ്ടില്ലേ? അപ്പൊ പുകയെടുക്കാതിരിക്കാൻ. അപ്പൊ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടൈൽസ് ഇട്ടുണ്ട് കേട്ടാ. ഇവിടെയും കോലായാലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് തിണ്ടത്തൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു മുരിങ്ങ മരം, ഒരു മൈലാഞ്ചി കൊമ്പ്, മൈലാഞ്ചി മരം, മാവ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്കൊരു മാവുണ്ട്. അപ്പൊ അതിന്റെ കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. മാത്രമല്ല കർമൂസ് അവിടെ ഉണ്ട് കേട്ടോ. പപ്പായ എന്നൊക്കെ പറയും ചില ഭാഗങ്ങളിൽ. അപ്പൊ ഈ മതിലിന്റെ അവിടെ നിന്നുണ്ട്. ബാക്കിലേക്ക് യഥേഷ്ടം സ്ഥലമുണ്ട്. പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഈ ചുമരൊക്കെ നോക്കിയേക്ക്, മരങ്ങൾ നോക്കിയേക്ക്, യാതൊന്നും കംപ്ലൈന്റ് ഇല്ല, ചതല് മറ്റുള്ളതൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ബാക്കിലും മതിലുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, അത് കോമ്പൗണ്ട് വളരെ കറക്റ്റാണ്. സമചതുരമായിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ബാത്റൂം കേട്ടോ. നമുക്ക് പുറത്തുള്ളൊരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനി ബാക്ക് സൈഡൊക്കെ നോക്കി, മരങ്ങളൊക്കെ നല്ല ഉഷാറ് മരങ്ങളാട്ടോ. ഒന്നും ചതലോ ഒന്നുമില്ല. എന്ന് കയറി നോക്കിയതാണ്. കംപ്ലീറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയിലുള്ള വീടാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് കവുങ്ങും തൈയൊക്കെ കാണാനുണ്ട്. അതിൻ്റെ ഓർമ്മ തെങ്ങും തൈ അപ്പുറത്ത് കാണാനുണ്ട്. ഒരു തെങ്ങ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 തെങ്ങും തൈയും ഒരു തെങ്ങും കാണുന്നുണ്ട്. അലക്കാനുള്ള കല്ലുണ്ട്, വിസ്താരമായ സ്ഥലമുണ്ട്, പൈപ്പ് ഇട്ടുണ്ട് ഇവിടെ വെള്ളത്തിന് സൗകര്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണാൻ നല്ല വൃത്തിയുള്ള വീടാണ് കണ്ടോ. പുതിയ പെയിന്റാണ്, ഇപ്പോൾ അടിച്ച പെയിന്റാണ് കേട്ടോ. അതും കൂടെ നിങ്ങളോട് പറയണേ. അമ്മിത്തറ കണ്ടില്ലേ, ഉഷാറാണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലാത്തൈ കാര്യങ്ങളൊക്കെ 2-3 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൈപ്പ് കണക്ഷനാണ്. ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. പൈപ്പ് കണക്ഷനിൽ വെള്ളമുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ പൈപ്പ് കണക്ഷനിൽ വെള്ളമുണ്ട്. അതിന്റെ പുറമെ നമുക്ക് ഇവിടെ കുഴൽ കിണറുണ്ട്
കുഴൽക്കിണർ മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷെ മോട്ടർ നമ്മൾ കൊടുന്ന് വെക്കണം കേട്ടോ. ഒരു മോട്ടർ വെക്കേണ്ട ചെലവുകൾ ഇതിൽ വരുന്നുണ്ട്. കുഴൽക്കിണർ ആൾറെഡി ഉണ്ട്, വെള്ളം യഥേഷ്ടമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നിങ്ങൾ ഈ ഭാഗങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞു പുറത്തെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം. വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഹബീബിങ്ങൾ കാണണം. അപ്പോൾ എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു 8 കസാല 8-9 പേർക്കൊക്കെ 10 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുള്ള. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ, ബൾബില്ലാത്തതുകൊണ്ടാണ്. മരങ്ങളൊക്കെ കണ്ടോ, മരങ്ങളൊക്കെ നല്ല അടിച്ചാപ്പൊളി മരങ്ങളാണ്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ചതല് മാലാറ മറ്റൊന്നുമില്ല, മാറാലൊന്നുമില്ല കേട്ടോ. അവിടെ ടൈൽസ് ഇട്ടുണ്ട് കേട്ടോ. കോലായ നമുക്ക് ടൈൽസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇതാ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല കാവ്യാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ആ മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ, എല്ലാ മരങ്ങളും കാണിച്ചു കൊടുത്താൽ അത് കണ്ടില്ല പറയും. കാരണം മറ്റുള്ളതൊന്നുമില്ലാന്ന്, ചതലിൻ്റെ ശല്യമില്ല. ഇവിടെ കാവ്യാണ്. ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു വരാന്തയാണ്. എൻ്റെ ഹബീബികൾ കാണണം. ഈ വരാന്തയിൽ നമുക്ക് 2 റൂമുണ്ട്. ഒന്ന് വലിയ റൂമും ഒന്ന് ചെറിയ റൂമും. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഈ ചെറിയ റൂം കാണിച്ചു കൊടുക്കുക ആദ്യം കേട്ടോ. ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, കറണ്ട് ഉണ്ട്, ബൾബ് അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും. പിന്നെ വലിയൊരു ബെഡ്റൂമാണ് ഇപ്പുറത്ത്. അത്യാവശ്യം നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഇവിടെ നമുക്കൊരു കട്ടില്, ഒരു അലമാര ഇടാനുള്ള സ്പേസ് ഉണ്ട്. കണ്ടില്ലേ പ്രിയ സുഹൃത്തുക്കളിലെ, നല്ല റോസാപ്പൂവിൻ്റെ പെയിന്റ് അടിച്ചിട്ട് നല്ല ഭംഗിയിൽ കേട്ടോ, നല്ല വലിയൊരു ബെഡ്റൂം. അപ്പം 2 റൂം നമ്മൾ കാണൽ കഴിഞ്ഞു കേട്ടോ. ഇനി ചെറിയൊരു റൂമും കൂടെ ഈ ഭാഗത്തുണ്ട്. അത് നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൾ കൂടുതലുണ്ടോ നമുക്ക് റൂമായിട്ട് തന്നെ ഉപയോഗിക്കാം. അവിടെ ചെറിയ റൂമാണ്, വലുതല്ല കേട്ടോ. അല്ലെങ്കിൽ അതിൽ വല്ല സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, മറ്റുള്ളതൊക്കെ ചെയ്യുക, വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റൂമാണ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അടുക്കളയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാവ്യാണ് കേട്ടോ. അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതങ്ങനെ. പിന്നെ ഉള്ളിൽ ഇതിൻ്റെ ബാത്റൂം ഇല്ല. പക്ഷെ ബാത്റൂമിന് സ്ഥാനം കണ്ടെത്തുന്നത് ഇവിടെയാണ് ആശാരി വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ബാത്റൂമായിട്ട് ഉള്ളിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല കിച്ചൺ കേട്ടോ, ഇവിടെയൊക്കെ നല്ല ടൈൽസും ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ്. സിങ്കൊക്കെ വെച്ചിട്ട് നല്ല ഇതിൽ തന്നെയാണ്. സാധാ അടുപ്പുണ്ട്, അതുപോലെ ഗ്യാസ് അടുപ്പ് വെക്കാനുള്ളതുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതൊക്കെ കാണൽ കഴിഞ്ഞു. ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് ദൂരം. കറക്റ്റ് 3 കിലോമീറ്റർ. മദ്രസയിലേക്ക് ഇവിടുന്ന് 100 മീറ്റർ 150 മീറ്ററാണ് ദൂരം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. ഇത് ചെർപ്പളശ്ശേരിയാണ്, പെരിന്തൽമണ്ണ അല്ല, പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്ററാണ് മലപ്പുറം ജില്ലയിലേക്കുള്ള ദൂരം. 6 ഇല്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതെന്ന് പറയുന്ന നമുക്ക് ഈ വീട് 7 സെന്റ് സ്ഥലം, ഈ വീടിനും ഉദ്ദേശിക്കുന്ന വില 7.5 ലക്ഷം രൂപ. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കാം, യാതൊരു സംശയമില്ല. നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട്, നല്ല വൃത്തിയാണ്, മരങ്ങൾക്കും യാതൊന്നും കംപ്ലൈന്റ് ഇല്ല. മാത്രമല്ല പള്ളി മദ്രസയ്ക്ക് ഇവിടുന്ന് 200 മീറ്ററാണ് മെയിൻ റോഡിൽ. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്ററാണ് ദൂരം. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ പന്നിയംകുറിശി. മാത്രമല്ല നമുക്ക് ടൗണിലേക്ക് ഇവിടുന്ന് ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് A to Z വരെയുള്ള ടൗണാണ്. അവിടേക്ക് നമുക്ക് ദൂരം 3 കിലോമീറ്ററാണ്. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇങ്ങനെ ചാനലിൽ ചെറിയ ചെറിയ വീടുകൾ ഒരുപാട് നമുക്ക് ഇതേപോലെ ചില സമയത്ത് കിട്ടാറുണ്ട്. എപ്പോഴൊന്നും ഇങ്ങനത്തെ വീട് കിട്ടില്ല. ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ഇത്രയും കുറഞ്ഞ വീട് ഒക്കെ 10ന്റെ മേലേക്കുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹബീബിങ്ങൾ, ഇതിൻ്റെ വീട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഈ പോസ്റ്റ് ഇടാറുണ്ട് കേട്ടോ. സെയ്ദ് അലവി ചെർപ്പളശ്ശേരി എന്നുള്ള ഫേസ്ബുക്ക് ഐഡിയിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിലും കാണാം നമ്മുടെ ഈ വീട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾ എന്തോ ആവട്ടെ ഇട്ടോളി, യാതൊരു വിരോധം എനിക്കില്ല. കാരണം പല ബാഡ് കമൻ്റൊക്കെ വരാറുണ്ട്. കാരണം ഞാൻ ഒറ്റക്കാരനല്ലല്ലോ കേരളത്തിലെ കച്ചവടക്കാരൻ, ഒരുപാട് ആൾക്കാരിട്ടല്ലോ. യൂട്യൂബറും ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് വില കുറഞ്ഞിക്കണോ കൂടിക്കണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ പ്രജകളാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ ഹബീബിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇടുന്നത് റേറ്റ് കുറവാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലും കമ്മിയായിട്ടൊന്നൊരു വീട് ചെർപ്പളശ്ശേരി ടൗണിൻ്റെ ഭാഗത്ത് നിന്ന് എത്തൂല. അപ്പോൾ എല്ലാവരും ഒന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ. മാത്രമല്ല ഇത് 48 മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ട് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. സാധാരണക്കാരൻ്റെ വീടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും. മഹസ്സലാമ.